ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സിമ്പിളായിട്ടുള്ള സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ പൊരിച്ച സ്നാക്കുകളൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇഫ്താറിൻ്റെ സമയത്തോ അല്ലെങ്കിൽ 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു 2 സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മസാലയ്ക്കൊന്ന് മൂത്ത് പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു ചിക്കൻ എക്സ്ട്രാ ടേസ്റ്റിൻ്റെ ക്യൂബ് എടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ വേണ്ട കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചല്ലേ തയ്യാറാക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഞാനിതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പീസാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു മസാലയൊക്കെ ചിക്കനിലൊക്കെ ഒന്ന് പിടിച്ച് വരണം. ഇനി അല്പം മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഒരു 1/2 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുത്ത് നോക്കിയതിന് ശേഷം പിന്നെ ബാക്കി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ലൂസിലാണ് കേട്ടോ നമ്മുടെ മാവ് വേണ്ടത്. ദോശമാവിനേക്കാളും കുറച്ചും കൂടെ ഒരു ലൂസായിട്ടുള്ള മാവാണ്. ഇനി നമുക്ക് സ്റ്റൗവിൽ പാൻ വെച്ചിട്ട് നമുക്കിതൊന്ന് കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഓരോ ദോശയാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ പാനൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം പെട്ടെന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഒരു സൈഡിലായിട്ട് മസാല ഇട്ട് കൊടുക്കണം. അധികം അറ്റത്തേക്കാവാതെ ഇതുപോലെ പരത്തി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുത്ത് ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ സൈഡിലും ഫില്ലിംഗ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഈ സൈഡിലേക്ക് മടക്കി കൊടുക്കാം. മാവ് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് വേണമെങ്കിൽ ഇതുപോലെ പാനിൽ കുറച്ച് നെയ്യോ എന്തെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നെയ്യോ ഓയിലോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, വേണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ ഈ ഒരു സൈഡിൽ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് മറിച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മളത് മുഴുവൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി പാനിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 സൈഡും ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൊരിപ്പിച്ചെടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മടക്ക് പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്